ഓണം വന്നാൽ പിന്നെ ഒരു സ്കേർട്ടും ടോപ്പും മസ്റ്റല്ലേ. പ്ലീറ്റഡ് സ്കേർട്ട് ആണെങ്കിൽ ഈ തുണി ഇതുപോലെ തയ്ച്ചാൽ മതി. അംബ്രല്ല സ്കേർട്ട് ആകുമ്പം ആദ്യം കസവൊക്കെ വെട്ടി മാറ്റി പിന്നെ സ്കേർട്ട് കട്ട് ചെയ്ത് പിന്നെയും ഈ കസവ് ജോയിൻ ചെയ്യണം. സ്കേർട്ടിൻ്റെ വളഞ്ഞ അറ്റവും കസവിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പക്ഷേ അല്ല കേട്ടോ, ചെയ്തെടുക്കാം ഈസി ആയിട്ട്. ആദ്യം കട്ട് ചെയ്തെടുത്ത കസവ് സ്കേർട്ടിൻ്റെ റോങ് സൈഡിൽ വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്കേർട്ടിൻ്റെ ചുറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കസവ് നല്ല വശത്തേക്ക് മടക്കി വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. സ്കേർട്ടിൻ്റെ ആ വളവിനനുസരിച്ച് കസവ് വളച്ചു കൊടുത്ത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. നമ്മൾ എങ്ങനെ പിടിച്ച് അയൺ ചെയ്യുന്നോ ആ രീതിയിൽ കസവ് വളഞ്ഞു കിട്ടും. സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് അയൺ ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ പിന്നൊക്കെ കുത്തിവെക്കാം. സ്കേർട്ടിൻ്റെ ചുറ്റും ഇതുപോലെ അയൺ ചെയ്ത് പിൻ കുത്തിവെച്ചാൽ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. അയൺ ചെയ്യുമ്പം ചൂട് കൂടി പോവാതെ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഓരോരോ പിന്നായിട്ട് റിമൂവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കസവ് ഇതുപോലെ അയൺ ചെയ്തെടുത്താൽ നെക്കൊക്കെ ഡിസൈൻ ചെയ്യാനും സ്ലീവിൻ്റെ എൻഡിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ എങ്ങനെ പിടിച്ച് അയൺ ചെയ്യുന്നോ ആ രീതിയിൽ ഈ കസവ് വളഞ്ഞു കിട്ടും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞും ഒന്നുകൂടെ അയൺ ചെയ്യും. സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയായിരിക്കും. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.